നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ 2025 ശ്രദ്ധ നേടുന്നു. ജൂലൈ 1 തുടങ്ങിയ ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പ് ഓഗസ്റ്റ് 5 വരെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിലാണ് നടക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ കാണുന്നതിനായും കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതിനായും കുട്ടികളുടെ വൻ തിരക്കാണ് ഫെസ്റ്റിവലിൽ അനുഭവപ്പെടുന്നത്. ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ പുതിയ അന്താരാഷ്ട്ര ടോയ് ബ്രാൻഡുകൾ, സംവേദനാത്മക മേഖലകൾ, കുട്ടികൾക്കായുള്ള സജീവമായ പ്രവർത്തന പരിപാടികൾ എന്നിവ ഉൾപ്പെടുന്നു. സന്ദർശകർക്ക് അറബിയിലും ഇംഗ്ലീഷിലും സ്റ്റേജ് ഷോകൾ, തത്സമയ പ്രകടനങ്ങൾ, പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുമായുള്ള മീറ്റ് ആൻഡ് ഗ്രീറ്റ് അനുഭവങ്ങൾ, ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകൾ, ഗെയിമിംഗ് സോണുകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ഒരുക്കിയിരിക്കുന്ന സമ്മർ ഫെസ്റ്റിവൽ ഞായർ മുതൽ ബുധൻ വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും വ്യാഴം മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾക്ക് 3 ദിനാറാണ് സമ്മർ ഫെസ്റ്റിന്റെ ടിക്കറ്റ് നിരക്ക്. 5 പേരുടെ ഗ്രൂപ്പിന് 12 ദിനാറിലും ടിക്കറ്റ് ലഭ്യമാകും. ബഹ്റൈൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാജ്യത്തിന്റെ തനതായ സാംസ്കാരിക ഉത്സവമായ മുഹറക് നൈറ്റ്സിന്റെ 4ാമത് പതിപ്പ് ഡിസംബറിൽ ആരംഭിക്കും. ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റീസ് ആണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള നഗരമായ മുഹറക്കിനെ ബഹ്റൈന്റെ സംസ്കാരത്തിന്റെയും ടൂറിസത്തിന്റെയും ഊർജ്ജസ്വലമായ കേന്ദ്രമാക്കി ഇതിലൂടെ മാറ്റുന്നു. കല, രൂപകൽപ്പന, സംഗീതം, ടൂറുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലുടനീളമുള്ള പുതിയ ഇവന്റുകളും പരിപാടിയിലുണ്ടാകും. ഈ വർഷത്തെ ഉത്സവം ഡിസംബർ മാസത്തിലുടനീളം പുതിയ അനുഭവങ്ങൾ നൽകുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റീസ് സൂചന നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് താൽപര്യമുള്ള റീറ്റെയിൽ, ഭക്ഷ്യപാനീയ വിൽപ്പനക്കാർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർമാർ, സംഗീതജ്ഞർ, വളണ്ടിയർമാർ എന്നിവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നുവെന്നും ബാക്ക അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി മെമ്പേഴ്സ് നൈറ്റ് സംഘടിപ്പിച്ചു. അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം ദൃഢമാക്കുന്നതിനും ജോലിയിടങ്ങളിലെ മാനസിക പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ പരിപാടികൾ, ഗെയിമുകൾ, ലൈവ് കുക്കിംഗ്, സ്വിമ്മിംഗ് പൂൾ തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികൾ മെമ്പേഴ്സ് നൈറ്റിന്റെ ഭാഗമായി നടന്നു. ടുബ്ലിയിലെ ലയാലി വില്ല പൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 100-ലധികം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വോയിസ് ഓഫ് ആലപ്പി അംഗങ്ങളുടെ മക്കൾക്ക് പരിപാടിയിൽ അവാർഡുകളും വിതരണം ചെയ്തു. വോയിസ് ഓഫ് ആലപ്പി നടത്തിയ ബിരിയാണി ചലഞ്ചിൽ വിജയികളായവർക്കും പരിപാടിയിൽ സമ്മാനങ്ങൾ നൽകി. ഔദ്യോഗിക പരിപാടിക്ക് വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബൻ സലിം അധ്യക്ഷത വഹിച്ചു. ഇത്തരം കുടുംബ സംഗമങ്ങൾ നടത്തുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗത പ്രസംഗത്തിൽ വിവരിച്ചു. ട്രഷറർ ബോണി മുളപ്പാമ്പള്ളി നന്ദി രേഖപ്പെടുത്തി. വോയിസ് ഓഫ് ആലപ്പി കലാകാരന്മാരുടെ കൂട്ടായ്മയായ അരങ്ങ് ആലപ്പിയിലെ സജീവ അംഗവും ബഹ്റൈനിലെ പ്രശസ്ത സംഗീത അധ്യാപകനുമായ രാജാറാം വാദ്യോപകരണങ്ങളുടെ സഹായത്തോടെ നയിച്ച സംഗീത നിശ പരിപാടിക്ക് മിഴിവേകി. മെമ്പേഴ്സ് നൈറ്റിന്റെ കോർഡിനേഷൻ നിതിൻ ചെറിയാൻ, ഗോകുൽ കൃഷ്ണൻ എന്നിവർ നടത്തി. KK ബിജു, സനിൽ വള്ളിക്കുന്നം, സന്ദീപ് സാരംഗ് തുടങ്ങി നിരവധി പേർ പ്രോഗ്രാമിന്റെ വിജയത്തിനായും പ്രവർത്തിച്ചു. IYCC ബഹ്റൈൻ നടത്തിവരുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന്റെ തുടർച്ചയായി IYCC ബഹ്റൈൻ മുഹറക് ഏരിയ കമ്മിറ്റിയും കിംസ് മെഡിക്കൽ സെന്റർ മുഹറക്കും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സംഘടനയുടെ ക്വിറ്റ് ഇന്ത്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് 49ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മുഹറക്കിലെ കിംസ് ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് നടക്കുക. ക്രിയാറ്റിൻ, SGPT, SGOT, RBS, ടോട്ടൽ കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ട്രൈഗ്ലിസറൈഡ് തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ സൗജന്യമായി നടത്തുന്നു. കൂടാതെ ഡോക്ടറുടെ സൗജന്യ കൺസൾട്ടേഷനും ഉണ്ടായിരിക്കും. മെഡിക്കൽ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ക്യാമ്പ് പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരവുമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോർഡിനേറ്റർമാരായ മണികണ്ഠൻ ചന്ദ്രോത്ത്, അൻഷാദ് റഹീം എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 3925-6325 അല്ലെങ്കിൽ 38937565 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects yours.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ വോയിസ് ഓഫ് ട്രിവാൻഡ്രം അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന VS അനുസ്മരണ യോഗം സംഘടനാ വൈസ് പ്രസിഡന്റ് മനോജ് വർക്കല അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അരവിന്ദ് സ്വാഗതവും മണിലാൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ലോക കേരള സഭാംഗം ഷാജി മൂതല VS അനുസ്മരണ പ്രഭാഷണം നടത്തി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അൻഷാദ്, ഷിബു നളിനം, അനിൽകുമാർ, അനീഷ്, സന്തോഷ് കുമാർ, അംഗങ്ങളായ സിറാജ്, ഷീബ ഹബീബ് എന്നിവർ യോഗത്തിൽ VSനെ അനുസ്മരിച്ചു. മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന കരുണേട്ടന്റെ നിര്യാണത്തിലും സജീവ സാമൂഹ്യ പ്രവർത്തകനും പയ്യന്നൂർ സഹൃദയവേദിയുടെ ആദ്യകാല പ്രസിഡന്റും മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ സഹപ്രവർത്തകനുമായ ബാലൻ പയ്യന്നൂരിന്റെ നിര്യാണത്തിലുമുള്ള അനുശോചന യോഗം നാളെ ജൂലൈ 29 ചൊവ്വാഴ്ച വൈകിട്ട് 7:30 സഗയ BMC ഹാളിൽ ചേരുന്നു. ഏവരും കൃത്യസമയത്ത് എത്തിച്ചേർന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അറിയിച്ചു. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ കോർഡിനേറ്ററായി അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അട്ടപ്പാട്ട് നിയമിതനായി. സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിയമത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്. ഇതിനകം 14 ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ. രാജ്യത്തിനകത്തും പുറത്തും നിരവധി സംഘടനകളും അഭിഭാഷകരുമായി വലിയ ബന്ധം പുലർത്തുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് പ്രവാസി ലീഗൽ സെൽ പ്രവർത്തനങ്ങൾ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗൽ സെൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, ഗ്ലോബൽ വക്താവ് സുധീർ തിരുനെല്ലത്ത് എന്നിവർ പറഞ്ഞു. വീണ്ടും ഒരു ഇടവേള. ഇന്ത്യയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ നടപടിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രപരമായ നീക്കമാണെന്ന് അവകാശപ്പെട്ട പ്രതിരോധ മന്ത്രി മെയ് 6-7 തീയതികളിൽ ഇന്ത്യ 9 ഭീകര ക്യാമ്പുകൾ തകർത്തുവെന്നും വ്യക്തമാക്കി. ഇന്ത്യൻ സൈന്യത്തിന്റെ 3 വിഭാഗങ്ങളുടെയും യോജിച്ചുള്ള നീക്കത്തിൽ 100-ലധികം ഭീകരരെയാണ് കൊലപ്പെടുത്തിയത്. ഭീകരവാദികളെ അവരുടെ താവളത്തിലെത്തി ഇല്ലാതാക്കിയെന്നും രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ശക്തി ലോകത്തെ അറിയിച്ചുവെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. ഭീകരവാദത്തിനെതിരായ സന്ദേശമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ ആക്രമണം പ്രതിരോധമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികർക്ക് അഭിവാദ്യമെന്നും 22 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ചവർക്ക് കനത്ത മറുപടി നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ വെടിനിർത്തലിന് മുൻകൈയെടുത്തുവെന്ന ട്രംപിന്റെ അവകാശവാദത്തെ തള്ളുന്ന നിലപാടാണ് രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ സ്വീകരിച്ചത്. പാകിസ്ഥാൻ DGMA വെടിനിർത്തലിനായി അപേക്ഷിച്ചെന്നും അതിനാലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ലക്ഷ്യം പൂർത്തിയായതിനാലാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതെന്നും പ്രതിരോധ മന്ത്രി സഭയെ അറിയിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് നൽകില്ല. കേസിന്റെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം അപേക്ഷ നൽകും. പെൺകുട്ടികളുടെ മൊഴി നിർണായകം. കന്യാസ്ത്രീകളുടെ ഒപ്പമുണ്ടായിരുന്ന യുവതികളുടെ മാതാപിതാക്കളെയും RPF ചോദ്യം ചെയ്യും. കോടതി റിമാൻഡ് ചെയ്ത കന്യാസ്ത്രീകൾ നിലവിൽ ദുർഗ് ജില്ലാ ജയിലിൽ തുടരുകയാണ്. മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. ഛത്തീസ്ഗഡിൽ ഇവ രണ്ടും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്. അതിനാൽ കോടതിയുടെ നിലപാട് കന്യാസ്ത്രീകളെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന 3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ വകുപ്പ് പരിശോധന നടത്തും. സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള പരിശോധന കാര്യക്ഷമമായിരുന്നില്ലെന്ന് കാട്ടിയാണ് വീണ്ടും പരിശോധന നടത്തുന്നത്. ഇതിനിടെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസിൽ കടുത്ത നടപടിക്കൊരുങ്ങി തദ്ദേശ വകുപ്പും. സ്കൂളുകളിൽ നടത്തുന്ന തദ്ദേശ വകുപ്പിന്റെ പരിശോധന ഈ ആഴ്ച പൂർത്തിയാകും. 100 കണക്കിന് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടവയാണെന്നും തദ്ദേശ വകുപ്പ് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ കെട്ടിടങ്ങളിലും ഫിറ്റ്നസ് പരിശോധന നടത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ 19-കാരി ദിവ്യ ദേശ്മുഖിന്. ഫൈനലിൽ കൊനേരു ഹംപിയെ
ടൈ ബ്രേക്കറിൽ വീഴ്ത്തിയാണ് ദിവ്യ ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായത്. ചരിത്ര നേട്ടത്തിന് ഇരട്ടി മധുരമായി ദിവ്യയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ലഭിച്ചു. ഇതോടെ വനിതാ ചെസ് ലോകകപ്പ് ഇന്ത്യയിലെത്തിക്കുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ്. ജോർജിയയിലെ ബാത്തുമിയിലാണ് മത്സരം നടന്നത്. കിരീട നേട്ടത്തോടെയാണ് ദിവ്യയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ലഭിച്ചത്. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമാണ് ദിവ്യ. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.